ഐ ആം ബാക്ക്. ഞാൻ നിങ്ങളുടെ പൊതുനായകൻ MK സലീം. നമ്മുടെ ഈ സുരേഷ് ഗോപിക്ക് എന്താ പറ്റി സത്യത്തിൽ? പുള്ളിക്കാരൻ വാ തുറന്ന ഉടനെ പ്രശ്നമാണല്ലോ. വാ തുറന്നായിരുന്ന പണ്ടത്തെ സുരേഷ് ഗോപി എന്നുള്ള ഇതില്ലെങ്കിലും പുള്ളിക്ക് പോകാന്നാ തോന്നുന്നത്. ഇഫ് യു ഓപ്പൺ ദിസ് ഗോബ് ഓൾ ബ്ലണ്ടർ തിങ്സ് കംസ് ഔട്ട്. ഇപ്പൊ തന്നെ ഒരു കാര്യമില്ലാതെ അവിടെ ഡൽഹിയിൽ ഇലക്ഷന്റെ ആ വേദിയിൽ നിന്നുകൊണ്ട് എന്തോ പുള്ളി വിളിച്ചു പറഞ്ഞത്, ഗോത്രവർഗക്കാരുടെ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട മന്ത്രി ഒരു ഉന്നത ജാതിക്കാരനായിരിക്കണം, എങ്കിലേ അവർക്ക് ഉയർച്ച വരുത്തണമെന്ന്. എന്തൊരു അബദ്ധമാ പുള്ളി പറയുന്നത്. പുള്ളി ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? പുള്ളി ശ്രീനാരായണ ഗുരുവിന്റെ ജനിച്ച് വളർന്ന മരിച്ചു ഒരു നാട്ടിലാണ് പുള്ളിയും ജനിച്ച് പുള്ളിയും ജീവിച്ചിരിക്കുന്നതെന്നുള്ളൊരു ബോധം പോലും പുള്ളിക്കില്ലല്ലോ, ഇല്ലേ? ഏത് സമയം ഈ ജാതി എന്നുള്ള ഒരു ചിന്ത, ഈ ജാതി, താഴ്ന്ന ജാതിക്കാരും മോൾ ജാതിക്കാരും, ഇനിയെങ്കിലും ഇപ്പം ഇങ്ങനെയുള്ളവരെല്ലാം ഈ ടോപ്പ് പൊസിഷനിൽ പോണവരെല്ലാം ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ല എന്നാണ് നമുക്ക് ഇവിടെ കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തക്കതായ ശിക്ഷ എന്ന് വെച്ചാൽ പുള്ളിയെ വിലക്കണം. പുള്ളി പറഞ്ഞ് ഞാൻ മോഡി എടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്നെ അതിൻ്റെ മന്ത്രിയാക്കാൻ, കയറി ഒലത്തി കളയും. അപ്പൊ അതുകൊണ്ട് അവർക്കറിയാം അങ്ങനെ തന്നെ എന്തോ ആവട്ടെ. യു ഷുഡ് നോട്ട് ഈ ജാതി രീതിയിൽ നിങ്ങൾ താഴ്ന്ന ജാതി, ഞങ്ങൾ മേൽജാതി, അതിന് അക്കം കൂട്ടാൻ ഇവിടെ ഒരു സുകുമാരൻ നായരും കൂടെ ഉണ്ട്. ഇന്ന് അങ്ങേരും പറയുന്നു അയാൾ രമേശ് ചെന്നിത്തല എന്താ നായരായതുകൊണ്ടാണ്, നല്ലവനാണ്, അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയും എന്നൊക്കെ പറയും. എനിക്കത് രമേശ് ചെന്നിത്തല ചാൻസ് കൂടെ ഈ സുകുമാരൻ നായർ കളയുന്ന തോന്നുന്നത്. അത് യാതൊരു സംശയമില്ല. നല്ല ഒരു ലീഡറായത് ഇത് രമേശ് ചെന്നിത്തല. പക്ഷെ അങ്ങേരുടെ ചാൻസ് കൂടെ ഇങ്ങനെ കളയും. പണ്ടും ഇങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ കെ മണിയെ ഇല്ലാതാക്കി മുഖ്യമന്ത്രി ആവാമെന്ന് വിചാരിച്ചാൽ അതും പോയി ഇതും പോയി എല്ലാം പോയി, അങ്ങനെ പ്രതിപക്ഷ സ്ഥാനത്തും വന്നില്ല. അതേ കണക്ക് സംഭവിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി തക്കതായ വിലക്കിയില്ലെങ്കിൽ ഈ ഷുഡ് ബി, I don't know why he is talking like this. He is a sensible fellow. He is from a nice school from Kollam. Then I know him personally. But thing is, why should he talk like that? ആ ജാതി കോമര ഉള്ളിൽ കയറുന്നതുകൊണ്ടാണ്, ഇല്ലേ? പുള്ളി വായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രവും ഇതുവരെ വായിച്ചിട്ടില്ലെങ്കിൽ പുള്ളിയുടെ എല്ലാ മഹത് വചനങ്ങളും എടുത്തിട്ട് വായിക്കട്ടെ ഇങ്ങോട്ട്. എന്നിട്ട് ലെറ്റ് ഹിം ചേഞ്ച് ഹിംസെൽഫ്. വളരെ ദുഃഖകരമുണ്ട് അത് ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപി വന്നെന്ന് പറയുന്നില്ല. അങ്ങനെ വിലക്കണം. വിലക്കില്ലെങ്കിൽ അങ്ങനെ നല്ല തട്ട് കൊടുക്കണം, യാതൊരു സംശയമില്ല. ഒന്നും ചെയ്യുന്നില്ല കേരളത്തിന്. അങ്ങനെ തൃശ്ശൂരിന് വേണ്ടിയിട്ടൊക്കെ മല മറിച്ച് കളയുമെന്ന് പറഞ്ഞല്ലോ. ബഡ്ജറ്റ് വരുമ്പോൾ അവിടെ IIT വരും, IIM വരും, മറ്റത് വരും. ഒരു ചുക്കും വന്നില്ല, ഒന്നും വന്നില്ല, ഒരു കാര്യം പറഞ്ഞില്ല.